ലോകകപ്പ് മാത്രമല്ല ലോകകപ്പിലെ പുരസ്കാരങ്ങളും സ്വന്തമാക്കി സ്പാനിഷ് താരങ്ങൾ. ഏറ്റവും മികച്ച കളിക്കാരനുള്ള ഗോൾഡൻ ബോളിന് അവകാശിയായത് സ്പാനിഷ് ക്യാപ്റ്റൻ റോഡ്രിയാണ്. മികച്ച ഗോളിക്കുള്ള പുരസ്കാരം നേടിയത് ഉനൈ സിമോൺ. ലോകകപ്പിലെ മികച്ച കളിക്കാരനും മികച്ച ഗോളിക്കുമൊപ്പം മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരവും എത്തിയത് സ്പെയിനിലേക്കാണ്. സ്പാനിഷ് പ്രതിരോധത്തിലെ പുതുരക്തമായ 19-കാരൻ പാവു കുബാഴ്സിയെ തേടി മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരവും എത്തി. 7 മത്സരങ്ങളിൽ തന്റെ വല അനങ്ങാതെ കാത്തതാണ് സിമോണിനെ ഗോൾഡൻ ഗ്ലൗ പുരസ്കാരത്തിന് അർഹനാക്കിയത്. ഒരേയൊരു മത്സരത്തിൽ ഒരേയൊരു ഗോൾ മാത്രമാണ് സ്പെയിൻ വഴങ്ങിയത്. അത് ബെൽജിയം ക്വാർട്ടർ ഫൈനലിൽ നേടിയ ഗോളാണ്. ഒരു മത്സരത്തിലും ഒരിക്കലും പിന്നിലാകാതെയാണ് സ്പെയിനിന്റെ കിരീടധാരണം. കിടയറ്റ് പ്രതിരോധമാണ് ഗോൾ വഴങ്ങാതിരിക്കാൻ സ്പെയിനിനെ തുണച്ചത്. ഗോൾഡൻ ബൂട്ട് മാത്രമാണ് മറ്റൊരു ടീമിലേക്ക് പോയത്. 10 ഗോളുകൾ നേടിയ ഫ്രഞ്ച് ക്യാപ്റ്റൻ കിലിയൻ എംബാപ്പയാണ് ഗോൾഡൻ ബൂട്ട് നേടിയത്. 4 അസിസ്റ്റുകളും എംബാപ്പെ നൽകി. കഴിഞ്ഞ ലോകകപ്പിൽ 8 ഗോളുകളുമായി എംബാപ്പെ ഗോൾഡൻ ബൂട്ട് നേടിയിരുന്നു. തുടർച്ചയായ 2 ലോകകപ്പുകളിൽ ഗോൾഡൻ ബൂട്ട് നേടുന്ന ആദ്യ താരമാണ് എംബാപ്പെ. 8 ഗോളുകളും 4 അസിസ്റ്റുമുള്ള മെസ്സിയാണ് ഈ ലോകകപ്പിലെ ഗോൾ വേട്ടയിൽ 2ാം സ്ഥാനത്ത്. ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ കളിക്കാരൻ എന്ന റെക്കോർഡും ഈ ലോകകപ്പോടെ എംബാപ്പെ സ്വന്തമാക്കി. 22 ഗോളുകളാണ് എംബാപ്പയുടെ സമ്പാദ്യം. 21 ഗോളുകളുമായി മെസ്സി 2ാമതായി.